ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇലയടയാണ് കേട്ടോ, ഇലയട. അപ്പോൾ അരിപ്പൊടി ഇത് പാക്കറ്റ് പൊടിയാണ്. പാക്കറ്റ് പൊടിയും കുറച്ച് പൊടിച്ച പൊടിയും രണ്ടും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ. അതെടുത്തിട്ടുണ്ട്, കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ലേശം കുറച്ച് ഉപ്പിട്ടു. ഇത് നോർമൽ വാട്ടറാണ് കേട്ടോ, പച്ചവെള്ളമാണ്. പച്ചവെള്ളത്തിലാണ് കുഴക്കുന്നത്. അപ്പം നല്ല സോഫ്റ്റായി പച്ചവെള്ളത്തിലാണെങ്കിലും കിട്ടും കേട്ടോ. നൂൽപുട്ടാണെങ്കിലും എന്താ കുറ്റിപ്പുട്ടാണെങ്കിലും ഈ പൊടി നമ്മൾ പൊടിച്ച പൊടിയിൽ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കോൾഡായ കാരണം ജലദോഷവും ചുമയൊക്കെ ഉള്ള കാരണം സൗണ്ട് ക്ലിയർ അല്ല. ഇപ്പോൾ നന്നായി ഇതാ കുഴച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായി ചുമയും ജലദോഷവും ഒക്കെ ആയിട്ട് അതാണ്. ഇനി അങ്ങനെ കുഴച്ച് നമ്മൾ ഒരുവിധം ആയിട്ടുണ്ട്. ലേശം ഇനി വെളിച്ചെണ്ണ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി കുഴച്ചൊന്നും കൂടി കുഴച്ചൊന്ന് സെറ്റാക്കി എടുക്കാം. എല്ലാവിടെയും എണ്ണയൊന്ന് പിടിക്കണവരെ നല്ല സോഫ്റ്റായി കിട്ടാനാണ് കേട്ടോ നമ്മൾ ഈ വെളിച്ചെണ്ണ അവസാനം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇലയിലാണെങ്കിലും ഒട്ടിപ്പിടിക്കില്ല. അപ്പം നല്ല സോഫ്റ്റായി കിട്ടും. കഴിക്കുമ്പോഴും ഹാർഡ്, പിറ്റേ ദിവസത്തേക്ക് ബാക്കി ഉണ്ടെങ്കിൽ നല്ലൊരു ഹാർഡ് പോലെ തോന്നില്ല, നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അവിടെ കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാ നല്ല കുഴച്ച് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ആ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. കുട്ടികളൊക്കെ അടുത്ത് തന്നെ ഉണ്ട്, വേഗം ഉണ്ടാക്കി തരും അമ്മ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇലയൊക്കെ വലിച്ചിട്ട് വന്ന് നന്നായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വെല്ലവും തേങ്ങയും കൂടി ചൂടാക്കിയത് നമ്മൾ ഒന്ന് ചട്ടിയിലിട്ടൊന്ന് പാവിൽ തേങ്ങയിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതാണ്. അതിൻ്റെ കൂടെ 1 ഏലക്ക, 1 അല്ല 2 ഏലക്കായി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാം കേട്ടോ. പരത്തി പിന്നെ നടുക്ക് കുറച്ച് ലേശം ഫില്ലിങ്സിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങയും വെല്ലവും വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം പൊരികടലയോ അല്ലെങ്കിൽ നമുക്ക് ചെറുപയറോ എന്ത് വേണമെങ്കിലും വേവിച്ചത് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പക്ഷേ നാടൻ ഇലയട എന്ന് പറഞ്ഞാൽ ഇതാണ് തേങ്ങയും വെല്ലവും അതേപോലെ ഏലക്കായും മാത്രമാണ് ചേർത്തുന്നത്. ഇപ്പോഴല്ലേ ചെറുപയർ വേവിച്ചത് അല്ലെങ്കിൽ പൊരികടല അങ്ങനെ പല ഐറ്റംസ് വന്നത്. ഇനി നമുക്ക് ഇതെല്ലാം പരത്തി എടുക്കാം കേട്ടോ. പരത്തി ഇലയിൽ പരത്തി മടക്കി വെക്കാം. എന്നിട്ട് അവസാനം നമുക്ക് ദാവി വെക്കാം കേട്ടോ.
ഇതാ നമ്മ ആവി വെക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായതിന് ശേഷം അടിയിലെ തട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് മേലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം. ഇത് ഒരു ട്രിപ്പ് തികയില്ല കേട്ടോ, 2 പ്രാവശ്യമായിട്ട് വെക്കണം. അപ്പോൾ എന്നാലാണ് തികയുള്ളൂ. അപ്പോൾ കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് ഒരു ട്രിപ്പ് തികയില്ല. അടുത്ത പ്രാവശ്യം അടുത്ത ട്രിപ്പ് ഉണ്ടാക്കാൻ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് ആവിയിൽ വെച്ചെടുക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. എന്താ ഒരു ഏകദേശം 10 മിനിറ്റായി. അപ്പം ഞാനിതാ തുറന്ന് നോക്കി. ഇപ്പം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് 10 മിനിറ്റിൻ്റെ ആവശ്യമില്ല, പക്ഷെ ഞാൻ ഇതിൽ നിറയെ ചട്ടിയിൽ ഫുള്ളായി വെച്ച കാരണമാണ് ഞാൻ 10 മിനിറ്റ് ആയത് കേട്ടോ. അപ്പോൾ ഇലയിൽ നിന്നൊക്കെ നന്നായി വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണവും അതേപോലെ തന്നെ കുട്ടികൾ താഴെ തന്നെ നിൽക്കണം കേട്ടോ, എൻ്റെ അടുത്ത് തന്നെ നിൽക്കണ്ട. എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ചൂടാറാനുള്ള സമയമൊന്നും ഇല്ല അവർക്ക്. ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് വൈകി കേട്ടോ, 4:30 ആയി. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉണ്ടാക്കാൻ നിന്നത്. ആദ്യം മടിച്ചു, പിന്നെയും മക്കൾ ഉണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞ് ബാക്കിൽ നടന്നപ്പോൾ ശരിയെന്നാ അതിൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കൊടുത്താണ് കേട്ടോ. ഇലയൊക്കെ അവർ വേണം പോയി വലിച്ചിട്ട് വന്നത്. അപ്പോൾ ഇലയൊക്കെ വലിച്ചിട്ട് വന്ന ശേഷം ഞാൻ ഉണ്ടാക്കി തരില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ആകെ പിണങ്ങി നിന്നു. പിന്നെ പാവം വലിച്ചിട്ട് വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വയ്യ, ജലദോഷമൊക്കെയാണ്, എന്നാൽ കൂടി ഞാൻ കുഴപ്പമില്ല ചെയ്തു തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായി നല്ല ചൂടുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് നമുക്ക് പാത്രത്തിലെടുത്ത് വെക്കാം കേട്ടോ. എടുത്ത് വെച്ചതിന് ശേഷം ഇനി ഒരിക്കൽ കൂടി നമുക്കിത് എന്താ പറയുക ആവിയിൽ വെച്ച് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതെടുത്തതിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം. പക്ഷെ അതെടുത്തതിന് ശേഷം അവർക്ക് ക്ഷമയൊന്നുമില്ല കേട്ടോ. ചൂടാറട്ടടാന്ന് പറയുമ്പോൾ ചൂടോടെ കഴിക്കാൻ അമ്മ ടേസ്റ്റ് ഒന്ന് താന്ന് പറഞ്ഞിട്ട് നിൽക്കണം. പിന്നെ അങ്ങനെ ഓരോരുത്തടുത്ത് കുട്ടികൾക്കൊക്കെ കൊടുത്തു. അവർ പ്ലേറ്റിലിട്ട് കൊടുത്തപ്പോൾ അവർ വെളിയിൽ പോയിട്ട് ചൂടാണെങ്കിൽ കൂടി ഊതി പാറുക്കുട്ടിയൊക്കെ എന്താ പറയുക ഊതിയിട്ടാണ് കഴിക്കുന്നത്. അയ്യോ ചൂടമ്മ എന്ന് പറഞ്ഞിട്ടാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താ പറയുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇലയുടെയൊക്കെ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക ഇതാ കാണുമ്പോൾ തന്നെ അറിയണ്ടേ, നല്ല സോഫ്റ്റായി, നല്ല മണവും അതേപോലെ നല്ല ടേസ്റ്റി ഹെൽത്തി സ്നാക്സാണ്. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. അത്ര ടേസ്റ്റി ഹെൽത്തി സ്നാക്സാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്.